നമ്മൾ ഊട്ടി ട്രിപ്പിന് പോയാൽ സ്ഥിരമായിട്ട് പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഒഴിച്ചു നോക്കിയാൽ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇനിയും നമ്മൾ പോകാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ഒരു അമ്പലമാണിത്. മുരുകൻ്റെ അമ്പലമാണ്. നോനിമേട് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഈ ഒരു സ്ഥലത്തിൻ്റെ 2.5 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡിൽ, ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു അമ്പലത്തിലേക്ക്. ടൗണിൽ നിന്നാണെങ്കിൽ 4.8 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത് ഗൂഗിളിൽ. അപ്പം ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ പോയത്. ചെന്ന പാടെ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ്. കുറച്ച് സ്റ്റെപ്പ് കയറിയാണ് മുകളിൽ ചെല്ലുന്നത്. മുകളിൽ ചെന്ന മുരുകൻ്റെ വലിയൊരു സ്റ്റാച്ചു കാണാം. അതേപോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിപ്പം തോന്നത്തില്ല, അടുത്ത് നോക്കിയാൽ ഭയങ്കര വലുതാണത്. അതേപോലെ തന്നെ ആ മുരുകൻ്റെ സ്റ്റാച്ചുവിൻ്റെ താഴെ നിന്ന തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പിടാതാണല്ലോ മുകളിലേക്ക് പോകുന്നത്. അത്ര തണുപ്പാണ്, നമുക്കവിടെ നിൽക്കാനേ പറ്റത്തില്ല ചെരുപ്പില്ലാതെ. അതുപോലെയാണ് ആ മുരുകൻ്റെ സ്റ്റാച്ചുവിൻ്റെ താഴെ. കാരണം മുകളിൽ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഈ അമ്പലം. അപ്പോൾ അവിടുന്ന് നല്ല നീരുറവകളൊക്കെ ഒഴുകുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. ഊട്ടിയിൽ വന്ന ബാക്കി എല്ലാ സ്ഥലങ്ങളും നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ടാണ്. ഇത് കുറച്ച് ഡിവോഷണലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ പീസ്ഫുള്ളാണ്, മൈൻഡ് നമുക്ക് ഫ്രഷ് ആവാം. കുറച്ച് സമയം അവിടെ ഇരുന്നാൽ തന്നെ ഭയങ്കരമായിട്ട് മൈൻഡ് ഫ്രഷ് ആവും. കാരണം നല്ലൊരു തണുപ്പാണ്. വെയിലുണ്ടെങ്കിൽ നമുക്ക് ആ വെയിലൊന്നും ഫീൽ ചെയ്യത്തില്ല. അതേപോലെ തണുപ്പാണ്. ഞങ്ങൾ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ 11:30-12 മണിയൊക്കെയാണ്. പക്ഷേ അപ്പോഴും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ തണുപ്പാണ്. കാലിനൊക്കെ ഇങ്ങനെ തണുപ്പടിച്ചിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു ഫോട്ടോ എടുക്കാൻ പോലും അത്ര സമയം പോലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കാല് ഇങ്ങനെ മരച്ചു പോവും. അപ്പോൾ അതുപോലെയാണ് അവിടുത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ അമ്പലം ഇപ്പം നിലനിൽക്കുന്നത്. വൈകിട്ട് 5 വരെയുള്ള, 5 മണി കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ്. കാരണം ഇവിടെ വരെ ഉള്ളൂ അമ്പലം. അത് കഴിഞ്ഞ് താമസമൊന്നുമില്ല. താഴെ വരെയുള്ള ആൾക്കാർ താമസിക്കുന്നത്. ഇതാണ് മുകളിൽ നിന്നുള്ളൊരു വ്യൂ. നമുക്ക് ഊട്ടിയൊക്കെ ഫുള്ള് കാണാനായിട്ട് പറ്റും. അതേപോലെ ഇങ്ങോട്ട് കയറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ അമ്പലം ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ കയറി വരുന്ന വഴി നല്ല കയറ്റമാണ്. അവിടെ പാർക്കിങ്ങിന് കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ഗണപതി, അതേപോലെ ശിവൻ, അങ്ങനെ കുറേ അമ്പലങ്ങൾ, ചെറിയ അമ്പലങ്ങളായിട്ടുള്ളതുണ്ട്. അതിലൊക്കെ ഇങ്ങനെ നീരറവ് ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ ചെന്ന് കാണുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ. ആ വഴി സ്റ്റെപ്പ് കയറിപ്പോയാൽ നമുക്ക് ഈ വഴി തിരിച്ചിറങ്ങാനായിട്ടുള്ള ഒരു റോഡുണ്ട്. അപ്പോൾ ഇവിടെ ദേവസ്വത്തിൻ്റെ ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയൊരു വീട് പോലെയുണ്ട്. അപ്പുറം താമസമൊന്നുമില്ല. ഇപ്പോഴത്തൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ആർക്കും കയറാനൊന്നും പറ്റത്തില്ല. പിന്നെ അപ്പോൾ ഇനി ഊട്ടി ട്രിപ്പ് പോകുന്നവർ ഈ ഒരു അമ്പലം കൂടെ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പോകുന്ന വഴിയൊക്കെ ചെറിയ വഴികളൊക്കെയാണ്. പക്ഷേ ഗൂഗിളിൽ നോക്കി പോയാൽ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ.